ഹൈക്കമാൻഡുമായിട്ട് ഒരു പരിഭവമുള്ള രീതിയിലാണ് ശശി തരൂർ ഇപ്പോൾ നിൽക്കുന്നത്. ശശി തരൂർ CPM-ലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറെ നാളുകളായി BJP-യിൽ ചേരുമെന്നുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. സത്യത്തിൽ ശശി തരൂർ ഈ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ പോവുകയാണെങ്കിൽ ഏത് പാർട്ടിയിലേക്കായിരിക്കും പോകാൻ ചാൻസ് ഉള്ളത്? രേഷ്മ, ശശി തരൂർ പോകുമെന്ന കാര്യത്തിൽ ഇനി ആർക്കും ഒരു സംശയവും വേണ്ട. ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിൽ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് ഒരു ബാർഗെയിനിങ്ങിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു വിലപേശലിന് വേണ്ടിയാണ്. അതായത് ശശി തരൂർ നമുക്കറിയാം, അദ്ദേഹം ഒരുപാട് പിന്തുണയുള്ള ഒരു നേതാവായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെയും അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളുടെ ഉൾപ്പെടെയും പിന്തുണയിൽ വലിയ കുറവ് ശശി തരൂരിനുണ്ടായിട്ടുണ്ട്. കാരണം കോൺഗ്രസിനുള്ളിൽ ഇരുന്നു കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്തുതി പാടുക, BJP-ക്ക് അനുകൂലമായ തരത്തിൽ നയങ്ങൾ അല്ലെങ്കിൽ നിലപാട് സംസാരിക്കുക എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെയൊക്കെ പല പ്രഖ്യാപനങ്ങളും നിലപാട് പറച്ചിലുകളും ഒക്കെ പൊള്ളയാണ് എന്ന തരത്തിൽ തൻ്റേതായ വ്യാഖ്യാനങ്ങൾ കോൺഗ്രസ് നിലപാടുകൾക്കെതിരായി സ്വീകരിക്കുക. അതുപോലെ കഴിഞ്ഞ എറണാകുളത്ത് നടന്ന മഹാപഞ്ചായത്ത് പരിപാടിയിൽ രാഹുൽ ഗാന്ധിയും ശശി തരൂരിനെ കാര്യമായി മൈൻഡ് ചെയ്തില്ല. അപ്പോൾ മുതലാണ് രാഹുൽ ഗാന്ധിയോട് ഇടഞ്ഞ് ശശി തരൂർ ഇനി കോൺഗ്രസിൽ ഒരു നിലനിൽപ്പില്ല, എത്രയും പെട്ടെന്ന് ശശി തരൂർ CPM-ലേക്ക് പോവുകയാണ്, ഇതിനുവേണ്ടി വിദേശത്ത് ദുബായിലെ ഒരു ചാരൻ വഴി അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ വഴി തരൂരുമായി ചർച്ചകൾ നടത്തി CPM-ലേക്കാണ് തരൂർ പോകുന്നത് എന്ന നിലയിലായിരുന്നു വാർത്തകൾ. പക്ഷേ ഈ വാർത്തകൾ പരിപൂർണമായിട്ട് തെറ്റാണ്. ശരിക്കും സംഭവിക്കാൻ പോകുന്നത് ശശി തരൂർ BJP-യിലേക്ക് പോകും എന്നുള്ളതാണ്. അത് BJP-യിലേക്ക് പോകുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്, ഏതു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായ വസ്തുത. ഇപ്പോൾ BJP നേതാക്കൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭരണം പിടിക്കണമെങ്കിൽ, കേരളത്തിൽ പ്രബല ശക്തിയായി വരണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും ജയിക്കേണ്ട ആവശ്യമില്ല എന്ന്. അതായത് രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തി പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വരികയോ പ്രബല ശക്തിയായി മാറുകയോ ഒക്കെ ചെയ്തിട്ടുള്ള പാർട്ടിയാണ് BJP. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള മുന്നണിയാണ് NDA. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് NDAയെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ചൊക്കെ വളരെ നിർണായകമാണ്. അതായത് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് എന്താണ്, UDF-ന് വലിയ ജനപിന്തുണയുണ്ട്, CPM വിരുദ്ധ വികാരമുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല, അവർ താഴെ ഇറങ്ങും, അതായത് CPM-ൻ്റെ ഭരണം ഇതോടുകൂടി അവസാനിക്കുകയാണ്, പകരം UDF അധികാരത്തിൽ വരും, VD സതീശൻ മുഖ്യമന്ത്രിയാകും, പിന്നെ അങ്ങോട്ട് ഒരു തടസ്സവുമില്ലാതെ അവരങ്ങനെ ഭരിച്ചു പോകും എന്നതാണ് പൊതുവിലൊരു സാധാരണക്കാരൻ്റെ മനസ്സിലെ ചിന്ത. കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF നേതാക്കളുടെയും ഒക്കെ മനസ്സിലെ സ്വപ്നവും ഞങ്ങളിത് ഭരിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ UDF-ന് ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നൊരു ഫാക്ടറായി ശശി തരൂർ പതിയെ പതിയെ വളർന്നു വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശശി തരൂരിന് കൂടെ ഏതാണ്ട് ഒരു 15 മുതൽ 20 വരെ ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ ഇവരിൽ ഒരു 10 മുതൽ 15 പേരെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കണം എന്ന് തരൂർ ആവശ്യപ്പെടും. അതിന് തരൂർ വെക്കുന്നൊരു ഓഫർ എന്താണ്? ആ ഓഫർ എന്ന് പറയുന്നത്, ഇവരുടെ മുഴുവൻ തെരഞ്ഞെടുപ്പ് ചെലവും താൻ വഹിച്ചുകൊള്ളാം, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് നോക്കിക്കോളാം, കോൺഗ്രസ് പാർട്ടി ഒന്നും തരേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു 15 സീറ്റിലെങ്കിലും തൻ്റെ ആളുകളെ നിയോഗിക്കാൻ തരൂർ തയ്യാറാകും. അതിലൊരു 10 പേരെങ്കിലും ജയിച്ചാൽ തരൂർ ബാർഗെയിനിങ് തുടങ്ങും. ഇതൊരു ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു കഥയാണ്. അതായത് രാഷ്ട്രീയ കേരളത്തിൽ ഒരു വലിയ പൊളിറ്റിക്കൽ ഗെയിം നടത്താൻ വേണ്ടി തരൂർ പ്രവർത്തിക്കുന്നുവെന്ന് അദ്ദേഹവുമായി ബന്ധമുള്ള ചില ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയ സൂചനയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പക്ഷേ CPM-ന്റെ, അതായത് CPM-ൽ ചേരുമെന്നുള്ള വാർത്തകൾ വരുന്നതിനിടയിൽ ശശി തരൂരിനോട് മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മറുപടി ഇവിടെ വെച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ ഇതുവരെ ഒരു സോഷ്യൽ മീഡിയയിൽ സ്ഥിരം കുറിപ്പിടുന്ന ഒരാൾ കൂടിയാണ് ശശി തരൂർ. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു കുറിപ്പോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർത്തും രഹസ്യമായ ഓപ്പറേഷനാണ് ശശി തരൂർ നടത്തുന്നത്. ആ ഓപ്പറേഷൻ ഇങ്ങനെയാണ്, അതായത് ഒരു 10 പേരെ ഒപ്പം സ്വന്തം MLA-മാരായി ഒരു 10 പേര് തരൂരിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തരൂരിനൊരു ബാർഗെയിനിങ് പവറായി, വിലപേശൽ ശക്തി എന്ന നിലയിലേക്ക് തരൂർ വരും. അപ്പോൾ UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഒരു 75 സീറ്റ് 80 സീറ്റിനൊക്കെ അടുപ്പിച്ചാണ് UDF-ന് കിട്ടുന്നത് എന്ന നിലയിലാണ്. അങ്ങനെ ഉണ്ടെങ്കിലാണ് അതൊരു 75-80 സീറ്റിനുള്ളിലാണ് UDF-ൻ്റെ സീറ്റ് നില, കേവല ഭൂരിപക്ഷം കൊണ്ട് ഭരിക്കാം എന്ന അവസ്ഥ വരികയാണെങ്കിൽ ശശി തരൂർ ഈ 10 പേരെ വെച്ച് വിലപേശും. അതായത് ഈ 10 പേര്
UDF നിന്ന് വിട്ടാൽ ഭരണം താഴെ പോകും, അവർ LDF പോയാൽ LDF ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്ന് വെക്കുക. അങ്ങനെ വന്നാൽ തരൂർ നിർണായക ശക്തിയാകും. ഇനിയല്ല CPM ആണ് ഭരിക്കുന്നത്, LDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ 10 പേരെയും കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം MLA-മാരെയും കൊണ്ട് തരൂര് BJP പോകില്ല, മറിച്ച് പുതിയൊരു പാർട്ടി രൂപീകരിച്ച് NDAയുടെ ഒരു ഘടകകക്ഷിയായിട്ട് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായി നിൽക്കും. ശശി തരൂരിന് കേന്ദ്ര പദവികൾ ഉൾപ്പെടെ നൽകപ്പെടും. ഈ പോകുന്ന MLA-മാരും അവരോട് ചേർന്ന് നിൽക്കുന്നവരെയും കാര്യമായി തന്നെ BJP പരിഗണിക്കും, NDA പരിഗണിക്കും. അങ്ങനെ കേരളത്തിൽ പൊടുന്നനെ കോൺഗ്രസിൻ്റെ UDF സംവിധാനത്തിൻ്റെ തകർച്ചയും ശശി തരൂര് നേതൃത്വം കൊടുക്കുന്ന പുതിയൊരു പാർട്ടിയുടെ വളർച്ചയും NDAയുടെ പ്രതിപക്ഷത്തേക്കുള്ള വരവുമായിരിക്കും പൊടുന്നനെ സംഭവിക്കുക. LDF ആണ് ഭരിക്കുന്നതെങ്കിൽ ശശി തരൂർ ഉദ്ദേശിച്ച ഈ പദ്ധതി, ശശി തരൂർ ഉദ്ദേശിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ പദ്ധതി നടപ്പാവുകയും ചെയ്യുന്നുവെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്ന രേഷ്മ, ശശി തരൂർ എന്താണ് ചെയ്യുക എന്നതിനെക്കുറിച്ച് അദ്ദേഹം പോലും വിട്ടു പറയുന്നില്ല. പക്ഷേ ഇത് ഇപ്പോൾ പ്രബലമായി നിലനിൽക്കുന്ന ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു വലിയ ചർച്ചാ വിഷയമാണ്. ഇപ്പം പറയുന്നത് പോലെ തന്നെ ശശി തരൂരിന് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ് ഇതിന്റെ മേലുണ്ട്. ഇപ്പൊ ശശി തരൂർ CPM കയറുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ തന്നെ കോൺഗ്രസിലെ ചില നേതാക്കന്മാരും CPM ചില നേതാക്കന്മാരും ഒക്കെ പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. CPM ചില ഇപ്പൊ MV ഗോവിന്ദനെ പോലുള്ളവർ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് കോൺഗ്രസിലെ മുരളീധരനൊക്കെ ആയാലും പറയുന്നത്. അപ്പം ഇവരെല്ലാം ഇതിനോടൊക്കെ തന്നെ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ BJPയുടെ ഭാഗത്തുനിന്ന് സാധാരണ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ അവരും ഇതുവരെ ഒരു പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇവിടെ ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂരിൻ്റെ പദ്ധതികൾ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ശശി തരൂർ നിരന്തരമായിട്ട് കോൺഗ്രസിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ദേശീയ തലത്തിൽ BJPക്ക് ഗുണകരമാകുന്ന വിധത്തിൽ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ തരൂർ നടത്തുന്നുണ്ട്. കോൺഗ്രസിൻ്റെ MP ആയിരുന്നിട്ടാണ് ഈ തോന്നിയാസം കാണിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ സമരപരിപാടികളിലും കോൺഗ്രസിൻ്റെ പൊതുപരിപാടികളിലും ഒക്കെ തരൂർ സാന്നിധ്യമാകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, പോയെന്ന് ചോദിച്ചാൽ പോകാൻ പോകണു എന്ന നിലയിലാണ് തരൂരിൻ്റെ ഈ നിലപാടുകളെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ അണികൾക്കിടയിലൊക്കെ വലിയ ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ആശയക്കുഴപ്പമുണ്ട്. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ശശി തരൂരിനെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് കൃത്യമായ ഒരു ഉത്തരമില്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശശി തരൂരിനെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയില്ല. കാരണം ഒന്ന്, സിറ്റിംഗ് MP ആണ്. 2, അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ പുറത്താക്കിയാൽ അദ്ദേഹം BJPയിലേക്ക് പോവുകയും ഒരു ഇര എന്ന പരിവേഷം വരികയും ചെയ്യും. അതായത് കോൺഗ്രസിൻ്റെ ദേശവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യത്തിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ, രാഹുൽ ഗാന്ധിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ ശശി തരൂരിനെ പുറത്താക്കിയെന്ന് BJP അടക്കം ഇതിനെ വ്യാഖ്യാനിക്കും. അതായത് ദേശീയതയില്ലാത്ത, രാഷ്ട്രബോധമില്ലാത്ത, രാജ്യസ്നേഹമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നിപ്പോൾ തന്നെ BJP പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂർ എന്ന വിശ്വപൗരൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പോരുമ്പോൾ അത് BJP വലിയ ആഘോഷമാക്കും. അത് പുറത്താക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, BJP അത് വലിയ ചർച്ചാ വിഷയമാക്കും. രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ശേഷിയുള്ള ഒരു വിശ്വപൗരൻ കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ചത് എന്തിനാണ്? അത് BJP കൊടുക്കുന്ന നെറേറ്റീവ് രാഷ്ട്രബോധമില്ലാത്ത, രാഷ്ട്രത്തോട് സ്നേഹമില്ലാത്ത കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മനം നൊന്ത് അദ്ദേഹം പോകുന്നു എന്ന നിലയിലേക്കൊക്കെ ആയിരിക്കും ഈ നെറേറ്റീവുകൾ വരിക. അപ്പോൾ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്ന ബോധ്യം കോൺഗ്രസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ ശശി തരൂരിനെ പുറത്താക്കില്ല. പുറത്ത് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് തീരുമാനിക്കും. അതോടൊപ്പം ശശി തരൂരിൻ്റെ വിസിബിലിറ്റി വല്ലാതെ കുറയ്ക്കും. അതായത് ശശി തരൂർ കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവാണ്, ഗംഭീരനായ നേതാവാണ്. ശശി തരൂർ ഇല്ലെങ്കിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയും കോൺഗ്രസിന് ഇനി ഉണ്ടാകില്ല. എന്ന് മാത്രമല്ല, ശശി തരൂരിനെ ഒന്നുമല്ലാതെ മാറ്റി നിർത്തുന്ന നിലയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മഹാപഞ്ചായത്തിൽ എറണാകുളത്ത് വന്നപ്പോൾ ശശി തരൂരിനെ മൈൻഡ് ചെയ്തു പോലുമില്ല. അത് കൃത്യമായ മറുപടിയാണ്. പാർട്ടിക്കുള്ളിൽ ഇരുന്ന് പാർട്ടിയെ തുരക്കുന്നവനോട് ഇതൊക്കെ മതി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും നിലപാടെടുക്കുന്നു. ശശി തരൂർ ഇളിഭ്യനായി അവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ അങ്ങനെ കൈകാര്യം ചെയ്യാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പക്ഷേ ശശി തരൂരിനെ അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പുറത്തേക്ക് സ്വമേധയാൽ രാജിവെച്ചിറങ്ങി പോകാൻ കഴിയില്ല. അതാണ് ഒരു ലോക്ക്.
എന്നാൽ പാർട്ടിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്നത് പോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു നിർണായക ശക്തിയാകാൻ വേണ്ടി തരൂര് ഒരു ഘടകകക്ഷി എന്ന നിലയിൽ, അതായത് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ആർക്കനുകൂലമാണ് എന്നതനുസരിച്ച് ആ രീതിയിൽ ഒരു നിലപാടെടുക്കാൻ വേണ്ടി, ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു നിലപാടെടുക്കാൻ വേണ്ടിയാണ് തരൂര് സജ്ജനായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഇതിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വളരെ കുറവ് സീറ്റുകളാണ് കിട്ടുന്നത് എങ്കിൽ പോലും LDF ആണ് അധികാരത്തിൽ വരുന്നത് എന്ന് തന്നെ വിചാരിച്ചാൽ പോലും ഇപ്പുറത്ത് കോൺഗ്രസിനെ തകർക്കാൻ തരൂരിന് ഇറങ്ങിത്തിരിക്കാൻ കഴിയും. ഇനിയല്ല കോൺഗ്രസ് ആണ് അധികാരത്തിൽ കയറുന്നതെങ്കിൽ കോൺഗ്രസ് സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ശശി തരൂരിന് തൻ്റെ ഒപ്പമുള്ള MLA-മാരെ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ കൂടുതൽ കോൺഗ്രസിനുള്ളിൽ ഒരു ശിഥിലീകരണം ഉണ്ടാക്കി കൂടുതൽ പേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണമെങ്കിൽ തരൂരിന് ശ്രമിക്കാം. അതായത് തരൂർ കാത്തിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളതിലേക്ക് തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലത്തിനനുസരിച്ച് തൻ്റെ ചുവടുകൾ മാറ്റാനും ചുവടുകൾ വയ്ക്കാനുമാണ് തരൂർ ശ്രമിക്കുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, തരൂർ എന്ത് തന്നെ ചെയ്താലും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊടിയ വഞ്ചനയാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് ശശി തരൂരിനെ പോലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇത്രയധികം അവസരങ്ങൾ കൊടുക്കുകയും ഇത്രയധികം പദവികൾ നൽകുകയും NDA ഭരിക്കുന്ന കാലത്തൊക്കെ ശശി തരൂർ ഏതൊക്കെ പദവികളിൽ ഇരുന്നിട്ടുണ്ട് എന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് കിട്ടും. അപ്പോൾ അത്രയധികം പദവികൾ കൊടുക്കുകയും അത്രയധികം ഈ പറയുന്നത് പോലെ ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പോലും അയക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വലിയ തോതിൽ പിന്തുണ കൊടുത്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് ഇപ്പോൾ ശശി തരൂർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തികഞ്ഞ നന്ദികേടാണ്, തികഞ്ഞ നീതികേടാണ്. ഇപ്പോൾ BJPയോട് ആഭിമുഖ്യമുണ്ട്, BJPയിൽ പോയാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, BJPയിൽ പലതും കിട്ടും എന്നൊക്കെ ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ തരൂർ വിട്ടു പോയേക്കുക. അല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് പല വള്ളത്തിലും കാലിട്ടിട്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് വരും എന്ന രീതിയിലൊക്കെ ചർച്ചകൾ ഉണ്ടാക്കുന്നത് പോലും ശശി തരൂരിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യന്, അതായത് ഈ മെട്രോമാൻ എന്നൊക്കെ പറയുന്ന പോലെ വിശ്വപൗരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇതൊന്നും ഭൂഷണമല്ല. BJPയോട് എന്തെങ്കിലും ഡീലുണ്ടെങ്കിൽ, സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ പോയേക്കുക. അല്ലാതെ വെറുതെ ഇവിടെ കിടന്ന് നാടകം കളിച്ച് വെറുതെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്, നന്ദികേട് കാണിക്കരുത്, നീതികേട് കാണിക്കരുത് എന്ന് മാത്രമേ തരൂരിനോട് കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളൂ. എന്തായാലും തരൂരിൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കില്ല. അത് റിവീൽ ചെയ്യപ്പെടണമെങ്കിൽ, അതെന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് രേഷ്മ.